ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത്. കപ്പയും ചാളയും ചേർത്തൊരു പുഴുക്ക്. 1/2 കിലോ ചാള എടുത്തിട്ടുണ്ട്, 1 കിലോ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 മുറി തേങ്ങ, കുരുമുളക് 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ 4-5 കഷ്ണങ്ങൾ, പച്ചമുളക് 1 8 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുടംപുളി 2 കഷ്ണം വെള്ളത്തിലിട്ട് അത് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കേണ്ടതുണ്ട്. 1 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കി വെള്ളത്തിലിട്ടേക്കാണ്. ഈ കപ്പ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി ചൂടായ ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പ, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ കുറച്ച് വാരിയിട്ട് അതിനകത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നമുക്കതിലേക്ക് വാരിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. കപ്പ നന്നായി വേവേണ്ടതുണ്ട്. ചില സ്ഥലത്ത് ഇതിനെ പൂള എന്ന് പറയും കേട്ടോ. കപ്പ, പൂള എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ എറണാകുളത്തുകാർ കപ്പ എന്ന് തന്നെ പറയാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കപ്പ വെന്തിട്ടുണ്ട് കണ്ടോ. ഇത് ഉടച്ചെടുക്കാൻ പാകത്തിനുള്ള വേവായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ആ പാകത്തിന് കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം കൂടി നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വേണം ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിന്. പാത്രം ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് മീൻ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒരു 4-5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മീൻ ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. ചാളയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. മത്തി, ചാള എന്നൊക്കെ പറയുക ഇതിനെ. ഏറ്റവും ബെസ്റ്റ് ഇത് ചാള വെച്ചിട്ട് ഉണ്ടാക്കാൻ തന്നെയാണ് നല്ലത് ഇതുപോലുള്ള പുഴുക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചാള വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ചെറിയ രീതിയിൽ മതി വെള്ളം, അധികം ഒഴിക്കരുത്. കപ്പോളം വെള്ളം മതി. അതിനുശേഷം നമുക്ക് അടച്ചുമൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വെന്ത ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് വേവിക്കാം കേട്ടോ. ഫ്ലെയിം കുറയ്ക്കണം എന്നില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്നൊന്നായി മറിച്ചിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. മാംസത്തിൽ നിന്ന് മുള്ള അടർന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. അതുകൊണ്ടാണ് നമ്മൾ നന്നായി വേവിക്കുന്നത്. ചാള നന്നായി വെന്ത് കിട്ടേണ്ടതുണ്ട്. വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തേങ്ങയൊന്ന് പീര ഒതുക്കാം. ജീരകവും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പീര ഒതുക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാള നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മുള്ളെല്ലാം അടർത്തി എടുക്കേണ്ടതുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോഴേക്കും മുള്ള് ദശയിൽ നിന്നിങ്ങനെ അടർന്നു വരും. നമുക്ക് ഒന്നൊന്നായിട്ട് മുള്ള അടർത്തി മാറ്റാം. കണ്ടോ, ഇതുപോലെ നമുക്ക് മുള്ള് നന്നായിട്ട് അടർത്തി മാറ്റാം. കൊച്ചു പിള്ളേരൊക്കെ കഴിക്കുകയാണെങ്കിൽ മുള്ളുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണേ. അപ്പോൾ അതുകൊണ്ടിട്ട് മുള്ള് നമുക്ക് ക്ലിയർ ആയിട്ട് മാറ്റേണ്ടതുണ്ട്. മാംസം മാത്രം നമുക്ക് ഈ പുഴുക്കുണ്ടാക്കാനായിട്ട് മതിയാകും. ഇപ്പോൾ മീൻ്റെ മാംസം മാത്രമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മുള്ളെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർക്കേണ്ടതുണ്ട്. നല്ലപോലെ അരക്കേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അമ്മിക്കല്ലിലാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. പക്ഷെ നമുക്ക് മിക്സിയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിക്സിയിലാണ് ഒതുക്കിയെടുക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ഈ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ അരപ്പിൻ്റെ ബാക്കിയും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പോളം വെള്ളം മതിയാകും. പുഴുക്കാണല്ലോ, അപ്പോൾ ഇത്തിരി കട്ടിയിലാണ് ഈ സംഭവം ഇരിക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് വെള്ളത്തിൽ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് 2 കഷ്ണം, അതും ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു തണ്ടോളം കരിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒരു ചെറു തീയിൽ അടച്ച് വെച്ച് ഒന്ന് ആവി നിറച്ച് നമുക്കൊന്ന് പുഴുങ്ങിയ പോലെ ഒന്ന് എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്ത ശേഷം ഒട്ടും നമ്മൾ വേവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് ആവി നിറച്ച് എടുക്കേണ്ടതുണ്ട്. കണ്ടോ, നല്ല വളരെ ടേസ്റ്റായ ഒരു സംഭവമാണിത്. നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചാള കപ്പ ചേർത്തിട്ട് ഉള്ള ഒരു പുഴുക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെറു തീയിലിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ആലപ്പുഴ സൈഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം ചാള കപ്പ ചേർത്തിട്ടുള്ള പുഴുക്ക് ധാരാളമായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. ചെറിയ കടകളിൽ നിന്നൊക്കെ, ചെറിയ ഹോട്ടലുകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.